ഇന്നൊരു താറാവ് മപ്പാസ് ആയാലോ? താറാവ് കഴിക്കാത്ത ഞാനുണ്ടല്ലോ, ഈ ഒരു ഐറ്റം കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫാനായി മാറിയിരിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടന്നാലോ? അതേപോലെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെറിയുള്ളിയും പച്ചമുളക്, മല്ലിയില, വേപ്പിൻ്റെ ഇല, അതേപോലെ പെരുംജീരകം, പട്ട, പൂവ്, ഏലക്കായി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ആവാനും പാടില്ല. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കേ താറാവ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. വിനെഗർ ഒഴിച്ചിട്ട് വേണം കഴുകിയെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ഒക്കെ വെള്ളം കളഞ്ഞതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മപ്പാസ് റെഡിയാക്കാം. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് കളർ ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ നമ്മൾ കഴുകി വെച്ച താറാവുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ മസാല പിടിക്കണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് തേങ്ങൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എനിക്ക് 3 വിസിലയക്കണം കേട്ടോ. അപ്പോൾ തന്നെ കുക്കായി കിട്ടിയിരുന്നത്. എന്നിട്ട് ഞാൻ കുക്കറിൽ നിന്ന് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിന് ശേഷം തേങ്ങൻ്റെ കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും അതേപോലെ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാ. അപ്പോൾ നമ്മളെ മപ്പാസ് ഇവിടെ റെഡി ആയിക്കണേ.